am dash to her. Talk, talked, talking. Have you dash your report. Submit, submitted, submitting. കുറച്ച് fill in the blank sentences അതിന്റെ ഓപ്ഷൻസും ആണല്ലോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇതുപോലത്തെ സെന്റൻസസ് നമുക്ക് എക്സാംസിനായാലും സ്കൂളിൽ കിഡ്സിനായാലും ഈവൻ റെഗുലർ ആയിട്ടുള്ള കോൺവെർസേഷനിലും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ ഇതുപോലുള്ള ഹെൽപ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ആൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ ഇവിടെയൊക്കെ ഏത് വേർഡാണ് ആപ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഐ ആം ഡാഷ് ടു ഹെർ. ഐ ആം ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈസ്, ആം അല്ലെങ്കിൽ ആർ, അതുപോലെ തന്നെ ഇതിന്റെ പാസ്റ്റ് ആയിട്ടുള്ള വാസ്, വെർ, ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതൊരു കണ്ടിന്യൂസ് സെന്റൻസ് ആയിരിക്കും. സോ കണ്ടിന്യൂസ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, വേർബിന്റെ കൂടെ നമ്മൾ എന്തായാലും ing ആഡ് ചെയ്യും. ഈസ്, ആം, ആർ, വാസ്, വെർ, ഐ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കണ്ടിന്യൂസ് സെന്റൻസ് ആയിരിക്കും. അവിടെ നമ്മൾ വേർബിന്റെ കൂടെ ing ഫോം ഉള്ളതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. സോ ഇവിടെ വരുന്നത് ടോക്കിംഗ് ആയിരിക്കും. I am talking to her. Have you dash your report? അവിടെ എന്താ വരിക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, സബ്മിറ്റ് ആയിരിക്കോ, സബ്മിറ്റഡ് ആയിരിക്കോ, സബ്മിറ്റിംഗ് ആയിരിക്കോ അവിടെ വരുന്നത്? ഹാവ് യു ആണ്. ഈ ഒരു സെന്റൻസിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ് ഈ ഹാവ് എന്ന് പറയുന്നത്. ഹാവ് എന്ന് പറഞ്ഞാൽ എന്താ, യു ഹാവ് ഡാഷ് യുവർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ആ ഒരു സെന്റൻസിൽ നമ്മൾ ഹാവ് യൂഷ്വലി യൂസ് ചെയ്യുന്ന സെന്റൻസസ് പെർഫെക്റ്റ് സെന്റൻസസ് ആയിരിക്കും. ഇവിടെ ഇതൊരു ക്വസ്റ്റ്യൻ ഫോമിൽ ആണെങ്കിൽ പോലും വി ക്യാൻ സീ എ ഹാവ് ഇൻ ഹിയർ. നമുക്ക് ഇവിടെ ഒരു ഹാവ് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മളുടെ ക്ലൂ. അപ്പൊ ഹാവ് ഒരു ക്വസ്റ്റ്യൻ സെന്റൻസിലായാലും ഒരു സെന്റൻസസിൽ ഉണ്ടെങ്കിൽ നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് വേർബിന്റെ തേർഡ് ഫോം ആയിരിക്കും അവിടെ ഉണ്ടാവുക. സോ ഇതിലേതാണ് വേർബിന്റെ തേർഡ് ഫോം? സബ്മിറ്റ് എന്ന് പറയുന്നത് ആ ഒരു വേർഡിന്റെ ബേസ് ഫോം ആണ്, V1 ആണ്. ഇതാണ് ഇവിടെ V3 ആയിട്ട് വരുന്നത്. സബ്മിറ്റഡ് ആണ് V3 അല്ലെങ്കിൽ വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഹാവ്, ഹാസ്, അതുപോലെ തന്നെ ഹാഡ് ഒക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വേർബിന്റെ തേർഡ് ഫോം ആണ്. സോ ഹാവ് യു സബ്മിറ്റഡ് യുവർ റിപ്പോർട്ട് എന്നാണ് വരുന്നത്. ഹാവ് യു സബ്മിറ്റഡ് യുവർ റിപ്പോർട്ട്. ലാസ്റ്റ് സെന്റൻസ് വരുന്നത് ഡിഡ് യു ഡാഷ് യുവർ ഹോംവർക്ക്. ഇവിടെ ബ്ലാങ്ക് സ്പേസിൽ ഡു ആണോ ഡൺ ആണോ ഡൂയിങ് ആണോ വരിക എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ഡൗൺ ചെയ്യുക. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഹാവ് യു സബ്മിറ്റഡ് യുവർ റിപ്പോർട്ട്. ഇവിടെ ഈ ബ്ലാങ്ക് സ്പേസിൽ സബ്മിറ്റഡ് തന്നെയാണോ നിങ്ങൾ ചിന്തിച്ചത്? അല്ല, ആൻസർ തെറ്റിപ്പോയിട്ടുണ്ടോ? അങ്ങനെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെറ്റുകളിൽ നിന്നാണല്ലോ നമ്മൾ പഠിക്കുക. സോ ഇതുപോലെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്ത് ഒരു പേഴ്സണൽ ട്രെയിനറുമായിട്ട് സംസാരിച്ച് സ്റ്റാർട്ടിങ് തൊട്ടേ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. English Mitra. Stop worrying, start learning.